भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 688 ദിവസം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 78 അധ്യായത്തിലെ 11 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാന് നേരെ ഗദയുമായി പാഞ്ഞെടുത്ത ആ ദന്തവക്തരനെ ഭഗവാൻ തൻ്റെ കൗമോദകി കൊണ്ട് തകർത്തു. ആ ദന്തവക്തരന് വിഷ്ണുപദത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള വഴി ഭഗവാന്റെ അനുഗ്രഹം നിഗ്രഹരൂപത്തിൽ ഉണ്ടായി എന്ന് പറയുന്നു. പശ്യതാം സർവഭൂതാനാം യഥാ ചൈദ്യവധേ നൃപ എന്നാണ് പരീക്ഷത്തിനോട് പറഞ്ഞ് എന്താ പറയേണ്ടത്? ശ്രീ ശുബ്രഹ്മർഷി ചൈദ്യനെ, ശിശുപാലനെ കൊന്നപ്പോൾ എന്താ ഉണ്ടായത്? ശിശുപാലിൽ നിന്നൊരു ജ്യോതിസ് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു. ഇതേപോലെ ഈ ദന്തവക്തരനിൽ നിന്നും ഒരു ജ്യോതിസ് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു. വിദൂരധസ്തു തദ്ഭ്രാത ഭ്രാതൃശോക പരിപ്ലുത ആഗച്ഛദസി ചർമ്മഭ്യാമുച്ഛ്വസംസ്തജിഘാംസയാ ഭ്രാതൃശ്ലോക ശോകപരിപ്ലുത. ഏട്ടൻ കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടായ ദുഃഖത്തിൽ പരിപ്ലുതനായി മുങ്ങിയ, ആ ശോകസാഗരത്തിൽ മുങ്ങിയ തദ്ഭ്രാത വിദൂരഥ, ആ ദന്തവക്തരന്റെ സഹോദരനായ വിദൂരഥൻ ഉച്ഛ്വസൻ അസി ചർമ്മഭ്യാം, ദീർഘശ്വാസം വിട്ടും കൊണ്ട് അസി വാള് ചർമ്മം പരിച, വാളും പരിചയൊക്കെ എടുത്ത് തജ്ജിഘാംസയാ, ആരെ കൊല്ലാൻ വേണ്ടി? ശ്രീകൃഷ്ണനെ കൊല്ലാനായിട്ട് ആഗ്രഹിച്ചും കൊണ്ട് ആഗച്ഛത്, അവിടേക്ക് കടന്നു വന്നു എന്നാണ്. തൻ്റെ ഏട്ടൻ്റെ മരണത്തിന് കാരണമായ ഈ ശ്രീകൃഷ്ണനെ കൊല്ലണം എന്ന് വിചാരിച്ച് വാളും പരിചയും കയ്യിലെടുത്ത് വിദൂരഥൻ ഭഗവാന് നേരെ യുദ്ധത്തിനായിട്ട് വന്നു. തസ്യ ചാപതത കൃഷ്ണശ്ചക്രേണ ക്ഷുരനേമിന ശിരോജഹാര രാജേന്ദ്ര സകിരീടം സകുണ്ടലം. അല്ലയോ പരീക്ഷിതേ, ഹേ രാജശ്രേഷ്ഠ രാജേന്ദ്ര, കൃഷ്ണൻ ക്ഷുരനേമിനാ ചക്രേണ, മൂർച്ചയോടുകൂടിയ ചക്രം കൊണ്ട്, സുദർശനം കൊണ്ട്, ആപതതഃ തസ്യ,
തൻ്റെ നേരെ വരുന്ന അവൻ്റെ സകിരീടം സകുണ്ടലം, കിരീടവും കുണ്ടലത്തോടും കൂടിയ ശിരസ്സിനെ ജഹാര, അതിനെ ഇല്ലാതെയാക്കി, ഹരിച്ചു എന്നാണ്. ഭഗവാന്റെ സുദർശന ചക്രം വിദൂരധനെയും കൊന്നു. ഏവം സൗഭം ച ശാല്വം ച ദന്തവക്ത്രം സഹാനുജം ഹത്വാ ദുർവിഷഹാനന്യൈരീഡിത സുരമാനവൈ. അന്യൈ ദുർവിഷഹാൻ സൗഭം ശാല്വം സഹാനുജം ദന്തവക്ത്രം ഏവം ഹത്വാ. ഇവിടെ മറ്റൊരാൾക്കും വധിക്കാൻ കഴിയാത്ത ശാല്വനെ അവൻ്റെ വാഹനമായ സൗഭത്തോടും അതേപോലെ ദന്തവക്ത്രനെയും അവൻ്റെ അനുജനായ വിദൂരധനെയും ഭഗവാൻ ഹത്വ, ഹനിച്ചിട്ട് സുരമാനവൈ ഈഡിത, സുരന്മാരും മനുഷ്യരും, ദേവന്മാരും മനുഷ്യരും സ്തുതിക്കപ്പെട്ടവനായി മാറി ഭഗവാൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഭഗവാനെ അവരെല്ലാവരും കൂടി സ്തുതിച്ചു എന്ന് പറയുന്നു. മുനിഭി സിദ്ധഗന്ധർവൈ വിദ്യാധരമഹോരഗൈ അപ്സരോഭി പിതൃഗണൈര്യക്ഷൈ കിന്നരചാരണൈ ഉപഗീയമാന വിജയ കുസുമൈരഭിവർഷിത വൃതശ്ച വൃഷ്ണിപ്രവരൈർവിവേശാലങ്കൃതാം പുരിം. മുനിഭി സിദ്ധഗന്ധർവൈ വിദ്യാധരമഹോരഗൈ അപ്സരോഭി പിതൃഗണൈ യക്ഷൈ കിന്നരചാരണൈ ഉപഗീയമാന വിജയ. ഭഗവാന്റെ ആ ദിവ്യമായ ലീലകളെ കീർത്തിക്കുന്നു ആരൊക്കെ? ഇവിടെ പറയുകയാണ്, മുനികൾ, സിദ്ധഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, വലിയ ഉരകങ്ങൾ, പാമ്പുകള്, അപ്സര സ്ത്രീകൾ, പിതൃഗണം, യക്ഷന്മാര്, കിന്നരചാരണന്മാര്, ഇങ്ങനെ കീർത്തിക്കപ്പെടുന്ന വിജയത്തോടു കൂടിയ ആ ഭഗവാൻ കുസുമൈ അഭിവർഷിത, കുസുമങ്ങൾ, പൂക്കൾ കൊണ്ട് ആ പുഷ്പവൃഷ്ടി സ്വീകരിച്ച് വൃഷ്ണിപ്രവരൈ വൃത, വൃഷ്ണിപ്രവരന്മാര്, വൃഷ്ണികുലത്തിലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളാൽ അലങ്കരിക്കപ്പെട്ട പുരിം വിവേശ, അവിടെ ആ പുരിയിലേക്ക്, ദ്വാരകയിലേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു എന്നാണ്. ഭഗവാന്റെ വിജയം, ഇവരെയൊക്കെ തോൽപ്പിച്ചു, ദന്തവക്ത്രനെ ഒക്കെ തോൽപ്പിച്ച് ഭഗവാൻ തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഭഗവാനെ ആ വിജയത്തെ ആശംസിച്ചു, പുകഴ്ത്തി, പുഷ്പവർഷം ചെയ്തു. വൃഷ്ണികുലത്തിലെ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഭഗവാൻ അതിഗംഭീരമായി അലങ്കരിക്കപ്പെട്ട ദ്വാരകാപുരിയിലേക്ക് തിരിച്ചെത്തി. ഏവം യോഗേശ്വര കൃഷ്ണോ ഭഗവാൻ ജഗദീശ്വര ഈയത്തെ പശുദൃഷ്ടീനാം നിർജിതോ ജയതീതി സാ. ഏവം ഭഗവാൻ ജഗദീശ്വര യോഗേശ്വര സ കൃഷ്ണ. ഇങ്ങനെ ഷഡ്ഗുണപരിപൂർണനായിരിക്കുന്ന ഭഗവാൻ, ജഗദീശ്വരനായിരിക്കുന്ന, ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന ഭഗവാൻ, യോഗഫലപ്രദനായിരിക്കുന്ന ഭഗവാൻ, യോഗേശ്വരനായിരിക്കുന്ന ഭഗവാൻ, ആ ശ്രീകൃഷ്ണൻ പശുദൃഷ്ടീനാം, പശുബുദ്ധി എന്ന് പറഞ്ഞാൽ അജ്ഞന്മാര്, അങ്ങനെയുള്ള ആളുകളുടെ കണ്ണുകൾക്ക് നിർജിത ജയതി ഇതി, ജയിക്കപ്പെട്ടവനെന്നും ജയിക്കുന്നുവെന്നും ഈയതെ തോന്നുന്നു. സത്യത്തിൽ അങ്ങനെയില്ല. ഭഗവാനാണ് എല്ലാം, നിത്യം ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ ഒരാളെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് പോലും ശരിയല്ല. കാരണം ഭഗവാന് ജയവും തോൽവിയുമില്ല. ഭഗവാനാണ് എല്ലാം. ഐശ്വര്യം, ജ്ഞാനം, വീരം തുടങ്ങിയ ആ 6 ഗുണങ്ങളുടെ നിവാസസ്ഥാനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പേര്. അങ്ങനെ ആ എല്ലാത്തിനെയും സൃജതി അവധി അത്തി, സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കുന്ന ഭഗവാൻ, ഭഗവാന്റെ പരമാർത്ഥത്തെ അറിയാൻ സാധിക്കാത്ത ആളുകൾക്ക് മാത്രമേ ഭഗവാൻ ജയിച്ചു, അല്ലെങ്കിൽ അവിടെ ഭഗവാൻ ജയിക്കപ്പെട്ടവനാണ് എന്നൊക്കെ തോന്നുന്നുള്ളൂ. സത്യത്തിൽ ഭഗവാൻ നിത്യം ജയിച്ചും കൊണ്ടിരിക്കുന്നു. ശ്രുത്വാ യുദ്ധോദ്യമം രാമ കുരൂണാം സഹ പാണ്ഡവൈ തീർത്ഥാഭിഷേക വ്യാജേന മധ്യസ്ഥ പ്രയയൗ കില. കുരൂണാം പാണ്ഡവൈ സഹ യുദ്ധോദ്യമം ശ്രുത്വാ, കുരുക്കളുടെ ആ പാണ്ഡുപുത്രന്മാര്, പാണ്ഡവന്മാരോടുകൂടിയുള്ള യുദ്ധോദ്യമത്തെ, യുദ്ധം തുടങ്ങണു എന്നുള്ളത് ശ്രുത്വ, കേട്ടിട്ട്
മധ്യസ്ഥ. മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ രണ്ടു ഭാഗത്തും ചേരാത്ത ആളാണ്. രണ്ടു ഭാഗത്തും ചേരാൻ മനസ്സില്ലാത്തവൻ രാമൻ. ആ ബലരാമസ്വാമി തീർത്ഥാഭിഷേക വ്യാജേന, തീർത്ഥസ്നാനത്തിനായി എന്നുള്ള വ്യാജം അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് പ്രയയോഗിക്കില്ല, അവിടുന്ന് യാത്രയായി എന്നാണ്. നോക്കൂ, ശ്രീകൃഷ്ണൻ പൂതന മുതൽ വിദൂരഥൻ വരെയുള്ള അസുരപ്പടകളെ സംഹരിച്ചു. ഇനി അധാർമികന്മാരായ ആ ദുഷ്ടന്മാരായിരിക്കുന്ന കൗരവരെ, അർജുനാദികളാകുന്ന സ്നേഹിതന്മാരെ കൊണ്ട് ഇല്ലാതെയാക്കണം എന്ന് ഭഗവാന്റെ സങ്കല്പം. ഇത് കൗരവ പാണ്ഡവ യുദ്ധത്തിന്, കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമാവുന്നു. ഈ സന്ദർഭത്തിൽ ബലരാമൻ എന്ത് ചെയ്തു? ബലരാമന് രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ പറ്റണില്ല. കാരണം ദുര്യോധനൻ തൻ്റെ ശിഷ്യനാണ്, അർജുനൻ തൻ്റെ പ്രിയപ്പെട്ട അച്ഛമ്മങ്ങളുടെ മകനാണ്. അപ്പൊ രണ്ട് നിലയ്ക്കും. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണൻ അർജുനന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. കുരുപാണ്ഡവ യുദ്ധത്തിന്റെ പരിശ്രമം, അതിൽ മധ്യസ്ഥനായി നിൽക്കുകയാണ് വേണ്ടത്. അതിനും സാധിക്കില്ല എന്ന് മനസ്സിലായി. കാരണം ഭഗവാന്റെ സങ്കല്പം ഇതാണ്. എന്നിട്ടോ അവിടുന്ന് തീർത്ഥസ്നാനം വേണം എന്ന് വിചാരിച്ച് യാത്രയായി. സത്യത്തിൽ ഈ തീർത്ഥസ്നാനത്തിന്റെ ആവശ്യമുണ്ടോ? കാരണം ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഭഗവാന്റെ പാദതീർത്ഥം, ആ ഭഗവാൻ തന്നെ തനിക്ക് ദൃഷ്ടിഗോചരനായി തന്നോടൊപ്പം തൻ്റെ അനുജന്റെ രൂപത്തിൽ ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇനി വേറൊരു തീർത്ഥസ്നാനത്തിന്റെ ആവശ്യമില്ല എന്നറിയാത്ത ആളല്ല ബലരാമസ്വാമി. എങ്കിലും ലോകം, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് ലോകം അനുകരിക്കും. അപ്പൊ മനസ്സുഖമില്ലാത്ത കാലത്ത് എന്തു വേണം? തീർത്ഥാടനം നടത്തുക, ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കുക. അങ്ങനെ മഹാജനങ്ങൾ സേവിക്കുന്ന തീർത്ഥസ്നാനത്തിനും ക്ഷേത്രദർശനത്തിനുമൊക്കെ തീരുമാനം എടുക്കുക എന്നുള്ളത് ലോകഹിതാർത്ഥം ആണ്. അത് ഉഭയലോകഹിതത്തിന് കാരണമാണെന്നാണ്. ഇഹത്തിൽ സമാധാനം ഉണ്ടാവുന്ന മാത്രമല്ല, പരത്തിൽ ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്താനുള്ള വഴി കൂടിയാണ് ഇത്. അതുകൊണ്ട് മനുഷ്യവേഷം കെട്ടിയാടുന്ന ആ കൃഷ്ണനും രാമനും ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ലോകസംഗ്രഹാർത്ഥം. സംഗ്രഹം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ്. അപ്പൊ അങ്ങനെ ലോകഹിതാർത്ഥമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചുരുക്കം. അങ്ങനെ ബലരാമസ്വാമി അവിടുന്ന് യാത്രയാകുന്നു. എന്നിട്ടോ സ്നാത്വാ പ്രഭാസേ സന്ദർപ്യ ദേവർഷി പിതൃമാനവാൻ സരസ്വതിം പ്രതിസ്രോതം യയൗ ബ്രാഹ്മണ സംവൃത. പ്രഭാസേ സ്നാത്വാ, പ്രഭാസതീർത്ഥം, അവിടെ കുളിച്ചിട്ട് ദേവർഷി പിതൃമാനവാൻ, ദേവന്മാരെയും ഋഷിക്കളെയും പിതൃകളെയും മനുഷ്യരെയും ഒക്കെ വേണ്ട പോലെ സന്ദർപ്യ, ഏറ്റവും വേണ്ട പോലെ തർപ്പണം ചെയ്തിട്ട് സരസ്വതിം പ്രതിസ്രോതും, സരസ്വതിയെ അഭിമുഖമാകുന്ന തരത്തിൽ ബ്രാഹ്മണ സംവൃത യയൗ, ബ്രാഹ്മണന്മാരോടുകൂടി യാത്രയായി. ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ട പ്രഭാസതീർത്ഥത്തിലേക്കാണത്രേ ബലരാമസ്വാമി ആദ്യം എത്തിയത്. അവിടെ മുങ്ങിക്കുളിച്ചു. ആ പ്രഭാസതീർത്ഥത്തിൽ തന്നെയാണ് ഇനി യാദവന്മാരുടെ അവസാന രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബലരാമസ്വാമി അവിടെ മുങ്ങിക്കുളിച്ചു. പിന്നെ ശ്രാദ്ധം, ദാനം, ബ്രാഹ്മണ ഭോജനം തുടങ്ങിയ വൈദികങ്ങളും ലൗകികങ്ങളുമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. ദേവന്മാരെ, ഋഷികള്, പിതൃക്കള്, മനുഷ്യരെ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തി. പിന്നെ ബ്രാഹ്മണരോടുകൂടി സരസ്വതി നദിയുടെ തീരത്തു കൂടി പ്രവാഹത്തിന് എതിർമുഖമായി സഞ്ചരിച്ചു എന്നാണ്. സരസ്വതി ഒഴുകുന്നതിന് നേരെ വിപരീതമായി അവിടെ സരസ്വതിം പ്രതിസ്രോതും, അഭിമുഖമായിട്ട് സരസ്വതി ഇങ്ങോട്ട് ഒഴുകുകയാണെങ്കിൽ ബലരാമസ്വാമി അങ്ങട് യാത്രയായി. ഇപ്പൊ സരസ്വതിയുടെ ഉത്ഭവസ്ഥാനം തേടിയുള്ള ഒരു യാത്ര പോലെ അവിടുന്ന് സരസ്വതി നദിയുടെ തീരത്തുകൂടി ബലരാമസ്വാമി നിരവധിയായിരിക്കുന്ന ബ്രാഹ്മണരോട് കൂടി അവിടുന്ന് പോണു. പിന്നെ എവിടേക്കൊക്കെ പോയി പ്രധൂതകം ബിന്ദുസരസ്തൃതകൂപം സുദർശനം വിശാലം ബ്രഹ്മതീർത്ഥം ചക്രം പ്രാചീം സരസ്വതിം യമുനാമനുയാന്യേവ ഗംഗാമനു ച ഭാരത
ജഗാമ നൈമിഷം യത്ര ഋഷയ സത്രമാസത്തെ. യമുനാം അനു, യമുനയെ അനുസരിച്ചും, ഗംഗാമനു, ഗംഗയെ അനുസരിച്ചും, നൈമിഷം യത്ര ഋഷയ സത്രമാസത്തെ, നൈമിഷം ഉള്ള ഏതൊരു സ്ഥലത്താണോ ഋഷികൾ സത്രം ആരംഭിച്ചത്, ആസത അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്നത്, തത്ര ജഗാമ, അവിടേക്ക് പോയി എന്നാണ്. തീർത്ഥങ്ങൾ പ്രഥൂതകം, ബിന്ദുസരസ്, ത്രിതകൂപം, സുദർശനം, വിശാലം, ബ്രഹ്മതീർത്ഥം, ചക്രതീർത്ഥം, അതേപോലെ കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദി. ഇപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന സരസ്വതി നദിയുടെ തീരത്തുകൂടി പടിഞ്ഞാട്ട് നടന്നു ബലരാമസ്വാമി. പിന്നെ യമുന, യമുനയുടെ തീരത്തുള്ള സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ആ ഗംഗയുടെ തീരം, അവിടെയുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പോയി സ്നാനം, പിണ്ടതർപ്പണാദികളൊക്കെ ചെയ്ത് അവസാനം ഋഷികൾ മഹാസത്രം നടത്തുന്ന, ശൗനകാദി ഋഷീശ്വരന്മാര് മഹാസത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന നൈമിഷാരണ്യം, നൈമിഷ ക്ഷേത്രത്തിലേക്ക് ഭഗവാൻ ബലരാമസ്വാമി എത്തിച്ചേർന്നു. തമാഗതമഭിപ്രേത്യ മുനയോ ദീർഘസത്രിണ അഭിനന്ദ്യ യഥാന്യായം പ്രണമ്യോദ്ധായ ചാർച്ചയൻ. ദീർഘസത്രിണ, വളരെ കാലമായി സത്രം ആരംഭിച്ചിട്ടുള്ള മുനികള്, മുനയഹ ആഗതം തം അഭിപ്രേത്യ, അവിടേക്ക് വന്ന ആ ബലരാമനെ വേണ്ട പോലെ എതിരേറ്റു. അതേപോലെ അഭിനന്ദ്യ, അഭിനന്ദിച്ചു. യഥാന്യായം പ്രണമ്യ, ന്യായമനുസരിച്ച് വേണ്ടതുപോലെ നമസ്കരിച്ചു. ഉദ്ധായ അർച്ചയഞ്ച, എഴുന്നേറ്റ് പൂജിക്കുകയും ചെയ്തു. നൈമിഷാരണ്യത്തിൽ ദീർഘസത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഋഷികൾക്ക് മനസ്സിലായി ഈ വരുന്നത് ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്, കൃഷ്ണ സഹോദരനായ ബലരാമനാണെന്ന് മനസ്സിലായി. അങ്ങനെ വേണ്ട പോലെ ആ വയസ്സിനനുസരിച്ച്, അതാണ് അവിടെ യഥാന്യായം എന്ന് പറഞ്ഞത്, വയക്രമം അനുസരിച്ച് നമസ്കരിക്കുക, എഴുന്നേറ്റ് വന്ദിക്കുക, പൂജിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു അവരെല്ലാവരും വേണ്ടതുപോലെ. എന്നാൽ സോർച്ചിത സപരിവാര കൃതാസന പരിഗ്രഹ രോമഹർഷണമാസീനം മഹർഷേ ശിഷ്യമൈക്ഷത. സപരിവാര, പരിവാരങ്ങളോടുകൂടി അർച്ചിത, പൂജിക്കപ്പെട്ട ആ കൃതാസന പരിഗ്രഹ, ദർഭാസനത്തെ സ്വീകരിച്ച ആ ബലരാമൻ ആസീനം രോമഹർഷണം, ഇരിക്കുന്ന രോമഹർഷണ എന്നു പേരുള്ള മഹർഷിയുടെ ശിഷ്യം ഐക്ഷത. അവിടെ ആ വ്യാസശിഷ്യനായ മഹർഷേ ശിഷ്യം, രോമഹർഷണൻ എന്ന് പേരുള്ള മഹർഷിയുടെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ, രോമഹർഷണൻ എന്ന അദ്ദേഹത്തിന് പേര് ആരുടെ ശിഷ്യനാണ്? വ്യാസശിഷ്യൻ. ആ രോമഹർഷണൻ എന്ന സൂതൻ അവിടുന്ന് എഴുന്നേറ്റില്ല. അപ്പോഴാണ് ബലരാമൻ, എല്ലാവരും തന്നോട് വേണ്ട തരത്തിലുള്ള ആചാരോപചാരങ്ങളൊക്കെ ചെയ്ത് തന്നെ വന്ദിച്ചു, ചിലർ നമസ്കരിച്ചു. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ദർഭാസനത്തിൽ അവിടുന്ന് ബലരാമസ്വാമി ഇങ്ങനെ ഇരുന്നപ്പോ നോക്കിയപ്പോ ഒരാൾ മാത്രം എഴുന്നേറ്റിട്ടില്ല. ആസീനം രോമഹർഷണം, ഇരിക്കുന്ന രോമഹർഷനെ ഐക്ഷത എന്ന് വെച്ചാൽ നല്ലോണം നോക്കി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പൂജിച്ചു, ഇയാള് മാത്രം അത് ചെയ്തില്ല. അപ്രത്യുദ്ധായിനം സൂതമകൃത പ്രഹ്വണാഞ്ജലിം അധ്യാസീനം ച താൻ വിപ്രാംശ്ചുകോപോദ്വീക്ഷ്യ മാധവ. ഇവിടെ അപ്രത്യുദ്ധായിനം, പ്രത്യുദ്ധാനം ചെയ്യാത്ത, എഴുന്നേൽക്കാത്തവനും, അകൃത പ്രഹ്വണാഞ്ജലിം, നമസ്കാരവും കൂപ്പുകയും ചെയ്യാത്തവനും, താൻ വിപ്രാൻ, ആ ബ്രാഹ്മണരെ അപേക്ഷിച്ച് അധ്യാസീനം, ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരുമായ സൂതം ഉദ്വീക്ഷ്യ, ആ സൂതനെ കണ്ടിട്ട് മാധവ, ബലരാമൻ ചുകോപ, ദേഷ്യത്തില് വല്ലാതെ ദേഷ്യപ്പെട്ടു എന്നാണ്. അഭ്യാഗതനെ കണ്ട സദസ്യർ ചെയ്യേണ്ട മര്യാദ, അതിഥി അഭ്യാഗതൻ അല്ലേ? അറിയുന്ന ആള് വരുമ്പോ അയാളെ അതിഥി എന്നാണ് വിളിക്കുക. എന്നാൽ അറിയാത്ത ഒരാളെ, എല്ലാവർക്കും ആളെ അറിയില്ല, പക്ഷേ അങ്ങനെ ഒരാൾ സദസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ
ചെയ്യേണ്ടതായിട്ടുള്ള മര്യാദയുണ്ട്. ആ മര്യാദ വിട്ടു, അതിർത്തി ലംഘിച്ചു. മര്യാദാഗിരി അല്ലെ, അതിർത്തി പർവ്വതത്തിന് പേര് മര്യാദാഗിരി എന്നാണ്. നമ്മൾ പറയും ഒരു മര്യാദ വേണം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു അതിർത്തി വേണം. അങ്ങനെയില്ലാതെ പ്രത്യുത്ഥാനം ചെയ്യാതെ, എഴുന്നേൽക്കാതെ, നമസ്കരിക്കാതെ, എന്തിനെ കൂപ്പുകൈ ചെയ്യുക, അന്ന് കൈ കൂപ്പുക പോലും ചെയ്യാതെ ഇരിക്കുന്ന, അതും സദസ്സിൽ ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അറിയുന്നവർ, അവർ ഇരിക്കുന്ന സ്ഥാനത്തിൽ നിന്നും ഉയർന്ന സ്ഥലത്തിരിക്കുന്ന സൂതനെ, ആ രോമഹർഷണനെ ഒന്നിങ്ങനെ നോക്കി ദേഷ്യത്തോടു കൂടി എന്നാണ്. യസ്മാദസാവിമാൻ വിപ്രാനധ്യാസ്തേ പ്രതിലോമജ ധർമ്മപാലാം തഥൈവാസ്മാൻ വധമർഹതി ദുർമതി. അതുകൊണ്ട് ഇവിടെ യസ്മാത് ദുർമതി, എന്ത് കാരണം കൊണ്ടാണോ ദുർബുദ്ധിയായ പ്രതിലോമജൻ, പ്രതിലോമത്വേന ജനിച്ചവൻ, അസൗ ഇവൻ, ധർമ്മപാലാൻ ഇമാൻ വിപ്രാൻ തഥാ ഏവ അസ്മാൻ, ധർമ്മത്തെ സംരക്ഷിക്കുന്ന ബ്രാഹ്മണരെയും അതേപോലെ തന്നെ അസ്മാൻ എന്നെയും അധ്യാസ്തെ അധിവസിക്കുന്നുവെങ്കിൽ തസ്മാൽ വധം അർഹതി, വൻ വധം നേടേണ്ടവനാണ്. ജന്മനാ ബ്രാഹ്മണനേക്കാൾ താണവനാണ്, പ്രതിലോമജനാണ്. അപ്പോ ഈ ബ്രാഹ്മണരോ ലോകത്തിൽ ധർമ്മമര്യാദകൾ വേണ്ടതുപോലെ സംരക്ഷിക്കുന്ന ആളുകളാണ്. അതേപോലെ താനും അതെ ലോകമര്യാദകൾ സംരക്ഷിക്കുന്ന ആളാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും ശ്രേഷ്ഠരായിരിക്കുന്ന ഞങ്ങളെ ബഹുമാനിക്കാതെ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് ഞെളിഞ്ഞിരിക്കുന്ന ഇവൻ തീർച്ചയായും വധത്തിന് അർഹനാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും മാന്യന്മാരായിരിക്കുന്നവരെ അപമാനിക്കുന്നവൻ, അവൻ ആ സ്ഥാനത്തിന് യോഗ്യനല്ല, ഇവൻ വധം അർഹിക്കുന്നു. സദാചാരത്തെറ്റി നടക്കുന്ന ആളുകളെ ഹിംസിക്കുന്നതിൽ, അതുകൊണ്ടേ ലോകത്തിൽ മര്യാദ വേണ്ടതുപോലെ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അറിവില്ലാതെ ഈ ചെയ്യുന്നതല്ല. കാരണം അഹങ്കാരം കൊണ്ടാണ്, ദുർമതി ദുർബുദ്ധിയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് ബലരാമസ്വാമി ഉറപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ബലരാമസ്വാമിയുടെ അടുത്ത പ്രവൃത്തി എന്താണ്, അതേ തുടർന്ന് എന്തൊക്കെ സംഭവിക്കുന്നു, ആ ബലരാമസ്വാമിയുടെ പ്രവൃത്തിയെക്കുറിച്ച് മറ്റു ഋഷീശ്വരന്മാർ എങ്ങനെ കാണുന്നു, ബലരാമസ്വാമിയോട് പറയേണ്ടത് അവർ പറയുക തന്നെ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് നാളെ കേൾക്കാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ അതിന് ഭഗവാൻ അവസരം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം
ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച
ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.